കൊച്ചി കടവന്തയിൽ പിറവം സ്വദേശിയെ തീ കൊളുത്തി കൊല്ലാൻ ശ്രമം ഉണ്ടായിരിക്കുന്നു. ഈ വാർത്ത നമ്മൾ കുറച്ചു മുന്നേ നൽകിയതാണ്. അതിന്റെ കൂടുതൽ വാർത്തകളിലേക്ക് പോവുകയാണ്. പിറവം സ്വദേശി ജോസഫിനെയാണ് ഇത്തരത്തിൽ കൊച്ചി സ്വദേശിയായ ആന്റപ്പൻ തീ കൊളുത്തി കൊല്ലാൻ ശ്രമിച്ചിരിക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളുമായി വിജിത ചേരുന്നുണ്ട്. വിജിത, എപ്പോഴാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്? എന്താണ് സംഭവിച്ചത്? സൂചിപ്പിച്ചതുപോലെ തന്നെ പുലർച്ചെ 1 മണിയോട് കൂടിയാണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകുന്നത്. കൊച്ചി സ്വദേശിയായിട്ടുള്ള ആന്റപ്പൻ എന്ന് പറയുന്ന ആൾ പിറവം സ്വദേശിയായിട്ടുള്ള ജോസഫ് എന്ന് പറയുന്ന ആളെയാണ് ഇത്തരത്തിൽ പെട്രോൾ ഒഴിച്ച തീ കൊളുത്തി കൊല്ലാൻ ഒരു ശ്രമം നടത്തിയത്. എന്തായാലും ഇപ്പോൾ ഈ ദൃശ്യങ്ങളിലൊക്കെ കാണുന്നത് പോലെ മെട്രോ പില്ലർ, കടവന്ത്രയിലുള്ള മെട്രോ പില്ലർ 750ന്റെ ഈ ഒരു കീഴിലാണ് ഈ ആന്റപ്പനും ജോസഫും സ്ഥിരമായി കിടന്നുറങ്ങുന്നത്. അവർ ഇവിടെ കിടന്നുറങ്ങി വീണ്ടും ഇവിടെ തന്നെ രാത്രി വന്ന് കിടക്കുന്ന ആളുകളാണ്. കഴിഞ്ഞ ദിവസം ഈ ഇവർ രണ്ടുപേരും ഒരു മോഷണ ശ്രമവുമായി ബന്ധപ്പെട്ട് ഈ ആന്റപ്പൻ്റെ ബാഗിൽ നിന്ന് ജോസഫിന്റെ ബാഗിൽ നിന്ന് ആന്റപ്പൻ പൈസ മോഷ്ടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. തുടർന്ന് വലിയ രീതിയിലുള്ള തർക്കം ഉണ്ടാവുകയും ചെയ്തു. ഈ ഒരു തർക്കത്തെ തുടർന്നാണ് ഇന്ന് ഏകദേശം പുലർച്ചെ തന്നെ 1 മണിയോടുകൂടി ആന്റപ്പൻ എത്തുകയും പെട്രോൾ ഒഴിച്ച് കൊല്ലാൻ ശ്രമം നടത്തുകയും ചെയ്യുകയാണ് ഉണ്ടായത്. ഈ ഒരു ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ഈ ഭാഗത്ത് സംഭവം ഉണ്ടായെന്നറിഞ്ഞാൽ ഇവിടെ കടവന്ത്ര പോലീസ് എത്തുകയും എത്തുമ്പോൾ ഈ കത്തി ആകെ ശരീരമാകെ പൊള്ളലേറ്റ് കിടക്കുന്ന ജോസഫിനെയാണ് പോലീസ് കാണുന്നത്. ഉടൻ തന്നെ ജോസഫിനെ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു. ജോസഫ് ഇപ്പോൾ ഉള്ളത് സ്വകാര്യ ആശുപത്രിയിലാണ്. എന്നാൽ അല്പം വൈകാതെ തന്നെ ജോസഫിനെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇതിൽ തന്നെ ഈ ആന്റപ്പനെ പോലീസ് വ്യാപകമായിട്ട് ചികിത്സ അന്വേഷണം നടത്തി ആന്റപ്പനെ അന്വേഷണം നടത്തി തിരക്കുള്ള ഒരു മേഖലയാണ്. GCDA ജംഗ്ഷന്റെ GCDയുടെ ഏകദേശം എടുത്താണ് ഈ ഒരു മെട്രോ പില്ലറിന്റെ ഭാഗമുള്ളത്. അതോടൊപ്പം തന്നെ മെട്രോ സ്റ്റേഷൻ ആശുപത്രി അടക്കമുള്ള സ്ഥലങ്ങളുള്ള ഒരു സ്ഥലമാണ്. എന്തായാലും ഇവിടെ ഏകദേശം പുലർച്ചെ 1 മണിയോട് കൂടിയാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസം പണം കവർന്നതുമായി ബന്ധപ്പെട്ട് ഈ ആന്റപ്പൻ ജോസഫിന്റെ ബാഗിൽ നിന്ന് പണം എടുത്തു എന്നാണ് അറിയാൻ കഴിയുന്നത്. തുടർന്ന് വലിയ രീതിയിൽ തർക്കമുണ്ടായി. ആ ഒരു തർക്കത്തെ തുടർന്ന് തർക്കത്തിന്റെ ബാക്കി എന്നോണമാണ് ഇന്ന് പുലർച്ചെ കൊല്ലാൻ ശ്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ആന്റപ്പൻ എന്ന് പറയുന്ന ആൾ മുൻപും പല കേസുകളിൽ പ്രതിയായിട്ടുള്ള ഒരാളാണെന്ന് അറിയാൻ സാധിക്കുന്നുണ്ട്. പോക്സോ അടക്കമുള്ള കേസുകളിൽ പ്രതിയായിട്ടുള്ള ഒരാളാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോൾ ഈ ജോസഫിനെ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. സ്വകാര്യ ആശുപത്രിയിലാണ് ജോസഫ് ഉള്ളത്. വൈകാതെ തന്നെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ശരി, കൊച്ചി കടവന്ത്രയിലാണ് ഇത്തരത്തിലൊരു ദാരുണമായ സംഭവം ഉണ്ടായിരിക്കുന്നത്. പിറവം സ്വദേശിയായ ജോസഫിനാണ് ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നത്. കൊച്ചി സ്വദേശിയായ ആന്റപ്പനെ ഇപ്പോൾ പോലീസ് പിടികൂടിയിട്ടുണ്ട്. ഇപ്പോൾ ഗുരുതരാവസ്ഥയിൽ ജോസഫ് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. വിജിതയാണ് വിവരങ്ങൾ നൽകിയത്.